ഡിഗ്രി കഴിയുമ്പോൾ എനിക്ക് എന്താണ് എൻ്റെ ലക്ഷ്യം എന്ന് പോലും അറിയില്ലായിരുന്നു. പിന്നെ ഫോട്ടോഗ്രാഫിയിൽ ചെറിയൊരു കമ്പുണ്ടായിരുന്നു. അപ്പോൾ മാനുവൽ കളർ പ്രോസസ്സിങ് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ചെന്നൈയിലേക്ക് പോകുന്നത്. ആ കാലത്താണ് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നിന്ന് കളർ ഫോട്ടോസ് വരാൻ തുടങ്ങിയത്. അപ്പോൾ അന്ന് കമ്പ്യൂട്ടർ പ്രിൻറ്റിംഗ് ആണ്. അത് ഈ പോസ്റ്റ് കാർഡ് സൈസ്, മാക്സി സൈസ്, പിന്നെ 10x8 സൈസ്, ആ 3 സൈസിലെ ഫോട്ടോസ് ആ കാലത്ത് കമ്പ്യൂട്ടറിൽ പ്രിൻ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 10x8 വലിയ സൈസിൽ കളർ പ്രിൻ്റുകൾ വേണമെങ്കിൽ അത് മാനുവലി പ്രോസസ്സ് ചെയ്യണം. അപ്പോൾ എനിക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് മാനുവൽ പ്രോസസ്സിങ് അറിയായിരുന്നു. അപ്പോൾ കളർ പഠിച്ചു കഴിഞ്ഞാൽ അതിനൊരു സാധ്യതയുണ്ട് എന്നുള്ളതിൻ്റെ പേരിലാണ് ചെന്നൈയിൽ അത് പഠിക്കാൻ പറ്റുമോ നോക്കാൻ വേണ്ടി പോയതാണ്. പക്ഷെ ഞാൻ ചെന്ന് താമസിച്ചതൊക്കെ പാട്ടുകാരൻ ദിനേശിൻ്റെ കൂടെയാണ് ഞാൻ താമസിച്ചിരുന്നത്. അപ്പോൾ അതിൻ്റെ പരിസരത്തൊക്കെ സിനിമയിലെ അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സ്, സിനിമയിലെ അസിസ്റ്റൻറ്റ് ക്യാമറാമാൻ, അസിസ്റ്റൻറ്റ് മേക്കപ്പ് മെൻ, അസിസ്റ്റൻറ്റ് മ്യൂസിക് ഡയറക്ടേഴ്സ്, അങ്ങനെയുള്ള ആളുകളാണ് താമസിച്ചത്. അപ്പോൾ അവരാണ് പിൽക്കാലത്ത് എനിക്കൊരു അസിസ്റ്റൻറ്റ് ഡയറക്ടർ ആവാനുള്ള യോഗ്യത ഉണ്ടെന്നൊക്കെ കണ്ടെത്തുന്നതും എന്നെ രാജാമണിയേട്ടനെ പരിചയപ്പെടുത്തുന്നതും. രാജാമണിയേട്ടനാണ് കമൽ സാറിനെ പരിചയപ്പെടുത്തുന്നത്. അങ്ങനെ ആദ്യമായിട്ട് ഒരു അവസരം. അപ്പോൾ കമൽ സാറിന് ഒരു സിനിമ വന്നു, അത് കഴിഞ്ഞാൽ പിന്നെ നീ വേറെ ആരുടെയെങ്കിലും അടുത്ത് പോകേണ്ടി വരും, ഈ ഒരു സിനിമ മാത്രം വർക്ക് ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ടാണ് പ്രാദേശിക വാർത്തകളിൽ തന്നെ വർക്ക് ചെയ്യാൻ വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞാൻ വിചാരിക്കുന്ന ഒരു സിനിമ ഉണ്ടാവുന്ന അടുത്തുനിന്ന് കാണാനുള്ളൊരു ചാൻസ് എന്ന് മാത്രമല്ല, അതൊരു തൊഴിലാവുന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. സംവിധായകനാവണമെന്നൊന്നും ഒരിക്കലും ആഗ്രഹിച്ചിട്ടേ ഇല്ല. അപ്പോൾ ഒരു സിനിമ ഉണ്ടാവുന്ന അടുത്തുനിന്ന് കാണാനുള്ളൊരു അവസരം എന്നുള്ള നിലയിലാണ് പ്രാദേശിക വാർത്തകളുടെ ഷൂട്ടിങ്ങിന് കാലിക്കറ്റിൽ വരുന്നത്. പക്ഷേ ആ സിനിമ വർക്ക് ചെയ്യാൻ തുടങ്ങിയ മൊമെൻറ്റിൽ എനിക്ക് മനസ്സിലായി, ഇതാണ് നമ്മളുടെ മേഖല, ഞാൻ ഇവിടെ തന്നെയാണ് ഉണ്ടാവുക, ഇതാണ് എൻ്റെ തട്ടകം, ഇതാണ് ഞാൻ ഇത്രയും കാലം അന്വേഷിച്ചുകൊണ്ടിരുന്ന എൻ്റെ ജോലി എന്ന് ഞാൻ തിരിച്ചറിയുകയും. ആ സിനിമ കഴിഞ്ഞപ്പോൾ കമൽ സാറ് പറഞ്ഞു, നീ ഇനി വേറെ എവിടെ അന്വേഷിക്കാൻ നിൽക്കേണ്ട, എൻ്റെ കൂടെ തന്നെ കണ്ടിന്യൂ ചെയ്തോളാം പറഞ്ഞു. അങ്ങനെ കമൽ സാറിൻ്റെ കൂടെ അങ്ങനെയാണ് സിനിമയിൽ വരുന്നത്. അപ്പോൾ വളരെ യാദൃശ്ചികമാണ്, വളരെ യാദൃശ്ചികമാണ്.